നമസ്കാരം. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ സംഭവബഹുലമായ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. ഭരണ തകർച്ചയെ തുടർന്ന് നാട് കടത്തപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ എല്ലാ നടപടികളും തത്സമയം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ. ഹസീനയ്ക്ക് പുറമെ മുൻ സൈനിക ജനറൽമാർ, മുൻ പോലീസ് മേധാവി എന്നിവരുൾപ്പെടെ അവരുടെ അവാമി ലീഗിലെ മറ്റ് അംഗങ്ങൾക്കുമെതിരെയും ബംഗ്ലാദേശ് ITC അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധിത നിരോധനങ്ങളിൽ ഇവർക്കുള്ള പങ്ക് കോടതിയിൽ വിചാരണ നടത്തുമെന്ന് പ്രഥോം അലോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വധശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂൺ 1 ഹസീനയ്ക്കെതിരെ ഔപചാരിക കുറ്റങ്ങൾ ട്രിബ്യൂണലിൽ സമർപ്പിക്കുമെന്നും ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ ചീഫ് പ്രോസിക്യൂട്ടർ താജുൽ ഇസ്ലാം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജുഡീഷ്യൽ പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി ഇസ്ലാം പറഞ്ഞതായി പ്രഥോം അലോം ഉദ്ധരിച്ചു. ജൂൺ 1 ഹസീനയ്ക്കെതിരെ ഔപചാരിക കുറ്റങ്ങൾ ട്രിബ്യൂണലിൽ സമർപ്പിക്കുമെന്നാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ ചീഫ് പ്രോസിക്യൂട്ടർ താജുൽ ഇസ്ലാം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ജുഡീഷ്യൽ പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി ഇസ്ലാം പറഞ്ഞതായി പ്രഥോം അലോം ഉദ്ധരിച്ചു. അതേസമയം നടപടിക്രമങ്ങളുടെ തത്സമയ സംപ്രേഷണം നടത്തുമെന്നാണ് ICT പ്രോസിക്യൂട്ടർ ഗാന്ധി MH തമീം സ്ഥിരീകരിച്ചത്. ട്രിബ്യൂണലിന്റെ അനുമതിയിൽ കോടതി നടപടികൾ ഞായറാഴ്ച രാവിലെ 9:30 ബംഗ്ലാദേശ് ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെയ്ഖ് ഹസീനയെ നിർബന്ധിത തിരോധാനങ്ങളുടെ കേന്ദ്രമെന്നും ഐനാഖർ എന്നും ഇസ്ലാം വിശേഷിപ്പിച്ചതായാണ് മാധ്യമപ്രവർത്തകരുടെ സംസാരിക്കവേ പ്രഥോം അലോം റിപ്പോർട്ട് ചെയ്തത്. മുൻ പ്രധാനമന്ത്രിക്കും അവരുടെ സഹായികൾക്കുമെതിരായ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ഒരു ഘടനയും അതോടൊപ്പം തന്നെ ഉത്തരവാദികളെയും അതോടൊപ്പം ICT വിശാലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തിരോധാനങ്ങളിൽ ഉൾപ്പെട്ടവരുടെ അറസ്റ്റ് ഉറപ്പാക്കാൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ICT ചീഫ് പ്രോസിക്യൂട്ടർ പറഞ്ഞു. 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ 15 വർഷം നീണ്ടുനിന്ന ഭരണം അട്ടിമറിച്ചതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഹസീനയ്ക്കെതിരായ നടപടികൾ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി ഇതിനകം തന്നെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. അവരുടെ നിരവധി നേതാക്കളും ജയിലിൽ അടയ്ക്കപ്പെട്ടു. കഴിഞ്ഞ മാസം കോടതി അലക്ഷ്യ കേസിൽ ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ സഹായിക്കും ICT കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഹസീന ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെട്ടുവെന്നും ട്രിബ്യൂണലിനെതിരെ ഭീഷണി മുഴക്കിയെന്നും ട്രിബ്യൂണൽ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.